ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മളെ ഫിസിക്സിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് നമ്മളെ ഫിസിക്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ബോയിന്റ് ഫോഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോയിന്റ് ഫോഴ്സ് നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കുമല്ലോ. ഈ ചാപ്റ്ററിൽ ബോയിന്റ് ഫോഴ്സ് എന്താണെന്നോ അത് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കാണാം, ഈ പിക്ചറിൽ തന്നെ കാണുന്നുണ്ട്, ഒരു വലിയ ഷിപ്പ് കാണുന്നുണ്ട്. ഈ കുട്ടി ചിന്തിക്കുന്നത് നോക്ക്, a lightweight iron nail sink in water, but how does ship weighing several tons float in the ocean? കുട്ടി എന്താ ചിന്തിക്കുന്നത്? അയണിന്റെ ഒരു ചെറിയ നെയില് വെള്ളത്തിൽ ഇട്ടാൽ അത് എന്താവുന്നുണ്ട്? സിങ്ക് ആവുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വെയിറ്റ് ഉള്ള, ഇത്രയും ടൺസ് ഓഫ് വെയിറ്റ് ഉള്ള ഈ ഷിപ്പ് സിങ്ക് ആവാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നില്ല എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ചിന്തിക്കുമ്പോ ശരിയാണല്ലോ, ഇത്രയും വലിയൊരു സാധനത്തിന് എങ്ങനെ ഈ വെള്ളത്തില് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നു? ആ ചെറിയ സാധനം എന്തുകൊണ്ടായിരിക്കും സിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളും ചിന്തിക്കുന്നുണ്ട്. ഇത് കുട്ടിക്ക് തോന്നിയ പോലെ നമുക്കും തോന്നുന്നുണ്ട് ഇത് കേൾക്കുമ്പോ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ അതെന്തുകൊണ്ടാണ്, അതിനുള്ള കാരണം എന്താണ്, ഇതുപോലെയുള്ള വേറെ കുറെ എക്സാമ്പിൾസ്, ഈ ഒരു ബോയിന്റ് ഫോഴ്സ് കാരനുള്ള എക്സാമ്പിൾസ് എങ്ങനെയാണ് വരുന്നത്, അതൊക്കെയാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ചാപ്റ്ററിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ആദ്യത്തത് ബോയിന്റ് ഫോഴ്സ്. ബോയിന്റ് ഫോഴ്സ് എന്താണ്, അതിന്റെ വാല്യൂ എങ്ങനെയാണ് മെഷർ ചെയ്യുക, അപ്പൊ ബോയിന്റ് ഫോഴ്സ് അളക്ക് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം പറയുന്നുണ്ട്. ദെൻ പറയുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, അത് കഴിഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി. പിന്നെ രണ്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് ഇൻസ്ട്രുമെന്റ്സ്, ഹൈഡ്രോമീറ്റർ ആൻഡ് ലാക്ടോമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 5th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിലുള്ള പല ടേംസും അല്ലെങ്കിൽ ഇതിലുള്ള പല കാര്യവും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും. ബോയിന്റ് ഫോഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, റിലേറ്റീവ് ഡെൻസിറ്റി, ഇതൊക്കെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു വലിയ പേര് ബോയിന്റ് ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ വലിയതായിട്ട് തോന്നാം. പക്ഷേ ഇത് എന്ന് പറയുന്നത് സിമ്പിൾ കാര്യങ്ങളാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് പറയുമ്പോൾ അതെന്താന്ന് മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഇത്രയും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണ്. നമ്മളൊന്ന് ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ച ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ബോയിന്റ് ഫോഴ്സിനെ പറ്റിയാണ്. അപ്പൊ ബോയിന്റ് ഫോഴ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഈ പിക്ചറിലൂടെ ഇവിടെയും പറയുകയാണ്. ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, നോക്കാം. ട്രൈ ടു ഇമ്മേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യാനും കൂടെ പറയാം, നിങ്ങളും ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവം, എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നോക്ക്. ഓക്കെ, ഫസ്റ്റ് ട്രൈ ടു ഇമ്മേഴ്സ് ദ ബോട്ടിൽ ടു ദ ബോട്ടം ഓഫ് ദ ബക്കറ്റ്. ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, കുട്ടി ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ദെൻ എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുട്ടി ബക്കറ്റില് വാട്ടർ എടുത്തിട്ടുണ്ട്, ദെൻ എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നത് എന്ന് വെച്ചാല് നമ്മളോട് ബക്കറ്റിന്റെ ബോട്ടത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാനാ, മുക്കാൻ വേണ്ടിയിട്ടാ. ഈ ബോട്ടില് ബക്കറ്റിന്റെ താഴേക്ക് മുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. Then after fully immersing this bottle in water, remove your hand from the bottle. What do you observe? നമ്മളോട് പറയുന്നത് ഈ ബോട്ടില് നമ്മളോട് താഴേക്ക് ഇമ്മേഴ്സ് ചെയ്യാൻ പറയാണ്. അതിനുശേഷം താഴെ ഇമ്മേഴ്സ് ചെയ്തതിനു ശേഷം നമ്മളോട് ഹാൻഡ് റിമൂവ് ചെയ്യാൻ പറയാണ്. അപ്പൊ നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇതിപ്പോ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ കാര്യം അല്ലാതെ തന്നെ ചെയ്തു നോക്കിയിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് തോന്നുക, എന്താണ് സംഭവിക്കുക, എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? നമ്മൾ താഴേക്ക് ബോട്ടിൽ ഇമ്മേഴ്സ് ചെയ്ത് കൈ എടുക്കുമ്പോൾ ബോട്ടിൽ അതേ സ്പീഡിൽ മുകളിൽ വരും, എന്നിട്ട് ഫ്ലോട്ട് ചെയ്യും. അതല്ലേ സംഭവിക്കാറ്? ബോട്ടില് കംസ് ബാക്സ് ആൻഡ് ഫ്ലോട്ട് ഇൻ ദ വാട്ടർ. അത്
ബോട്ടിൽ ടോപ്പിലേക്ക് തിരിച്ചു വരും. ആൻഡ് ഇറ്റ് ഫ്ലോട്ട് ഇൻ ദ വാട്ടർ. വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക തന്നെയാണ് ചെയ്യുക അല്ലേ? അല്ല എന്ന് തോന്നുന്നവര് ഈ എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്ത് നോക്കണേ. ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. Then does the bottle experience force of gravity? If yes, in which direction? അപ്പൊ ഈ ബോട്ടിലിന് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നില്ലേ? ബോട്ടിൽ നമുക്കറിയാം എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റിലും എന്തുണ്ട്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാ ഒബ്ജക്റ്റിലും ആക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങോട്ടേക്കാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് എർത്ത് ആണ്, ഡൗൺവേർഡ് ആണ്. നമ്മൾ പറയാറുണ്ട് ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരാനുള്ള കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും എന്താണ്? ഈ ബോട്ടിലും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതും ഡൗൺവേർഡ് ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എപ്പോഴും ടുവേർഡ്സ് എർത്ത് ആണ്. സോ ഡൗൺവേർഡ് ആണ്. ഇതിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യും. കാരണം എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റിലും എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. Why does the bottle remain immersed in water? Why doesn't the bottle remain immersed in the water? ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ബോട്ടിൽ ഇമ്മേഴ്സ് ആവാതിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഈ ബോട്ടിൽ ഇമ്മേഴ്സ് ആവാതിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്തായിരിക്കും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് ബോട്ടിൽ, ഇവിടെ വാട്ടർ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ടും ഈ വാട്ടർ ഈ ബോട്ടിലിന് എന്തുണ്ട്? ദ എബിലിറ്റി ടു എന്താണ്? ഫ്ലോട്ട് ചെയ്യാൻ, മുങ്ങാതിരിക്കാൻ. ഡസൻറ്റ് ഇമ്മേഴ്സ് ആവാതിരിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ബോയിന്റ് ഫോഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്ക്, വേറൊരു എക്സ്പെരിമെന്റ് ആണ്. നമുക്കറിയാം ഇവിടെ ഒരു മഗ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഒരു മഗ് ഉണ്ട്. then again ഒരു ബക്കറ്റ് ഉണ്ട്. ബക്കറ്റിൽ വാട്ടർ ഉണ്ട്. 3/4 ഓഫ് വാട്ടർ ഉണ്ട്. ഞാൻ ഈ മഗ് ബക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് താഴെ വെച്ചിട്ട് ഞാൻ അത് ഉയർത്തുകയാണെന്ന് വെച്ചോ. ഞാൻ ഉയർത്തുന്ന സമയത്ത് എനിക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഉയർത്താൻ ഈസി ആയിരിക്കും. അതേ സ്ഥാനത്ത് അതൊന്ന് സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉയർത്തുമ്പോൾ എനിക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ അതിന്റെ അടിയിൽ നിന്ന് ഉയർത്തുമ്പോൾ സിമ്പിൾ ആയിട്ട് ഞാൻ ഉയർത്തിയിട്ടുണ്ട് ഇല്ലേ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, മഗ് അടിയിൽ നിന്ന് ഉയർത്തി നോക്കുക. ഒരു ലിമിറ്റ് എബവ് എത്തുമ്പോൾ സർഫസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ വെള്ളിന്ന് വെള്ളം എടുക്കുന്നില്ലേ, കിണറിന് വെള്ളം എടുക്കുന്നില്ലേ? നമ്മൾ ഈ വെള്ളം എടുക്കുന്ന സാധനം ഈ വെള്ളത്തിന്റെ അടിഭാഗത്താകുമ്പോൾ നമുക്ക് ഈസിലി വെള്ളം എടുക്കാൻ സാധിക്കും. അതൊന്ന് വൺ സർഫസ് എത്തിക്കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിന്റെ വെയിറ്റ് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടല്ലേ എടുക്കുന്നത്. സോ ഇത് എന്ന് പറയുന്നതും ബോയൻസി കാരണമാണ്. അപ്പൊ ഈ ബോയൻ ഫോഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബോയന്റ് ഫോഴ്സ്. അതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പൊ കണ്ടിട്ടില്ലേ, ആ കപ്പ് വെച്ച് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഫെൽറ്റ് ഇൻ ദ വെയിറ്റ് ഓഫ് മഗ് when it is inside and outside the water in the bucket? What could be the reason? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് വെയിറ്റ് ഡിഫറൻസ് ഫെൽറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വാട്ടറിന്റെ ഇൻസൈഡ് ആയപ്പോൾ വാട്ടറിന്റെ ഔട്ട്സൈഡ് ആയപ്പോൾ കപ്പ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള വെയിറ്റ് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, വാട്ടറിന്റെ ഇൻസൈഡ് ആയപ്പം വെയിറ്റ് എന്ന് പറയുന്നത് ലെസ് വെയിറ്റ് ആണ്. ഔട്ട്സൈഡ് ദ വാട്ടർ എന്ന് പറയുമ്പോൾ വെയിറ്റ് ഹയർ വെയിറ്റ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്.
നമുക്ക് നോക്കാം. വേറൊരു ഇൻസ്റ്റന്റ് ആണ്. നമ്മളിപ്പോ പറഞ്ഞു വാട്ടർ ഇൻ എ ബക്കറ്റ് നമ്മൾ പറഞ്ഞു. വേറൊരു ഇൻസ്റ്റന്റ് ആണ്. വാട്ട് ഹാപ്പൻ ടു ഹീലിയം ഫിൽഡ് ബലൂൺ when it is set free in the atmosphere? ഹീലിയം ബലൂൺസ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ചെറിയ വയസ്സിൽ കൂടുതൽ അത് വാങ്ങിച്ചിട്ടും ഉണ്ടാവും. ഈ ഹീലിയം ബലൂൺസിന്റെ പ്രത്യേകത എന്താ? നമ്മൾ കൈവിട്ടാ പറന്ന് തന്നെ പോകൂലേ? പറന്ന് മുകളിലേക്ക് പോവാറില്ലേ? അതുപോലെ നമ്മൾ അത് താഴ്ത്തി വെച്ചാൽ അത് മുകളിലേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്ത് നിൽക്കൂലേ? മുകളിലേക്ക് പോവാനല്ലേ ശ്രമിക്കുന്നത്, താഴേക്കാണോ? അല്ലല്ലോ, അതുമേലും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇല്ലേ? എന്നിട്ടും അതെന്താ മുകളിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? അതാണ് നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കപ്പിന്റെ ഒരു വെയിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇൻസൈഡ് വാട്ടർ ലെസ് ആണ്, ഔട്ട്സൈഡ് വാട്ടർ കൂടുതലാണ്. അതിന്റെ റീസൺ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഹീലിയം ബലൂൺസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ അത് ഗോസ് ടുവേർഡ്സ് അപ്വേർഡ് ആണ്. ഗ്രാവിറ്റി ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അപ്വേർഡ് ഡയറക്ഷനിലാണ് പോകുന്നത്, അത് ഡൗൺവേർഡ് ഡയറക്ഷനിലല്ല വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. Haven't you understood that object experience an upward force? Object experience an upward force. ഈ രണ്ട് കേസിലും എന്താണ്? ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കാരണം. ഓക്കെ, അതാണ് ഒരു കാരണം. നോട്ട് ഓൺലി ഇൻ ദ ലിക്വിഡ് ബട്ട് ഓൾസോ ഇൻ ദ ഗ്യാസ്. ലിക്വിഡിന്റെ കേസിൽ മാത്രമല്ലല്ലോ, ഈസിലി നമുക്ക് മുകളിലോട്ട് ഉയർത്താൻ സാധിക്കും എന്ന് പറഞ്ഞു. മഗ് വാട്ടർ ബക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് ഉയർത്താൻ ഈസിലി സാധിക്കുന്നതിന് കാരണം മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് കാരണമാണ് നമുക്ക് ഈസിലി ഉയർത്താൻ സാധിക്കുന്നത്. അപ്പൊ അത് വാട്ടറിന്റെ കേസിൽ മാത്രമല്ല, ഹീലിയം ബലൂണിൽ ഹീലിയം അല്ലേ, അത് ഗ്യാസ് അല്ലേ? ഹീലിയം ബലൂണിന്റെ കേസിലും എന്തുണ്ട്? ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകുന്നത്. അപ്വേർഡ് ഡയറക്ഷനിൽ ഹീലിയം ബലൂൺ പോകുന്നത്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ജനറലി ലിക്വിഡിനെയും ഗ്യാസിനെയും കൂടെ കൂട്ടി ഒരു പേര് പറയും, ടുഗദർ ആയിട്ട് ഒരു പേര് പറയും. ദ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ടുഗദർ ആർ നോൺ ആസ് ഫ്ലൂയിഡ്സ്. ലിക്വിഡ് ആൻഡ് ഗ്യാസ് ടുഗദർ ആർ നോൺ ആസ് ഫ്ലൂയിഡ്സ്. അതായത് ലിക്വിഡും ഗ്യാസിനെ നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്ന്. ഓക്കെ, ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. ഓക്കെ ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അറിയോ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്? ഫ്ലൂയിഡ്സ് ആർ ദ സബ്സ്റ്റൻസ് ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ. ഫ്ലോ ചെയ്യാൻ എബിലിറ്റി ഉള്ള സബ്സ്റ്റൻസിനെ, കഴിവുള്ള ഫ്ലോ ചെയ്യാൻ സാധിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോ ലിക്വിഡിന് എന്താണ്? ഫ്ലോ ചെയ്യാൻ പറ്റില്ലേ? ഗ്യാസസ് ഫ്ലോ ചെയ്യും. സോളിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടോ? സോളിഡ് ഫ്ലോ ചെയ്യുന്നില്ലല്ലോ. അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആസ് സച്ച് ആയിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട്. പക്ഷേ ലിക്വിഡും ഗ്യാസും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ലിക്വിഡിനെയും ഗ്യാസിനെയും നമ്മൾ ടുഗദർലി പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്ന്. ഓക്കെ, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് together are called fluids. Liquids and gases together are called fluids. ലിക്വിഡും ഗ്യാസും ടുഗദർ ആണ് എന്ത് പറയാ? ഫ്ലൂയിഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ലിക്വിഡിന്റെ കേസിലും ഗ്യാസിന്റെ കേസിലും ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡിന്റെ എക്സാമ്പിളും പറഞ്ഞു, ഗ്യാസിന്റെ എക്സാമ്പിളും പറഞ്ഞു. ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ഫ്ലൂയിഡ് ആണ് പറയാ എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒബ്ജക്റ്റ്, നേരത്തെ ബോട്ടിലിന്റെ കേസൊക്കെ പറഞ്ഞപ്പോ എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റിലും ഏത് ഫോഴ്സ് ഉണ്ട് ആക്ട് ചെയ്യും? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 2 types of forces acting on the object in fluid. ഈ ഫ്ലൂയിഡിലുള്ള ഒബ്ജക്റ്റില് ഓക്കെ, ഫ്ലൂയിഡിലുള്ള ഒബ്ജക്റ്റില് 2 type of force ആക്ട് ചെയ്യുന്നുണ്ട്. There are 2 type of forces acting on the object. 2 type of force ആക്ട് ചെയ്യുന്നുണ്ട്. That the downward force on the object, downward force on the object, that is weight. Downward force on the object, that is weight. അതാണല്ലോ ഗ്രാവിറ്റേഷൻ കാരണം കിട്ടുന്നത്. അതല്ലേ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണല്ലേ വെയിറ്റ് ഉണ്ടാവുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം.
വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ദ ഡൗൺവേർഡ് ഫോഴ്സ്. ദ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാ. വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാ. നമ്മളെ മാസ് ഇൻറ്റു 9.8 ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് നമ്മളെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ വെയിറ്റിന് കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. ഡൗൺവേർഡ് ആണ് അത് ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്, താഴോട്ടാണ്. ഓക്കെ അല്ലേ? Then second one, the upward force exerted by the fluid on the object. രണ്ടാമത്തെ ഫോഴ്സ് എന്താണ്? അപ്വേർഡ് ഫോഴ്സ്. ഈ അപ്വേർഡ് ഫോഴ്സ് കാരണമാണ് ഹീലിയം ബലൂൺ മുകളിലോട്ട് പോയത്. ഈ അപ്വേർഡ് ഫോഴ്സ് കാരണമാണ് ഒരു കപ്പ് നമ്മളെടുത്തല്ല മുകളിലേക്ക് ഈസിലി വന്നത്. ക്ലിയർ ആയോ? ആൻഡ് ഇതേ അപ്വേർഡ് ഫോഴ്സ് കാരണമാണ് നമ്മൾ ആദ്യം പറഞ്ഞ എംറ്റി ബോട്ടിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടും മുകളിലേക്ക് വന്നത്. So there are two type of forces acting on the object in fluid. Fluid object രണ്ട് type of forces act ചെയ്യുന്നുണ്ട്. The first one is the downward force of the object, that is the weight of the object, that is the gravitational force. And the second one is the upward force exerted by the fluid on the object. അതായത് മുകളിലേക്ക് ഒരു നമ്മൾ ഈ ഫ്ലൂയിഡ് ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിന്റെ മുകളില് ഫ്ലൂയിഡ് ഒരു അപ്വേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് വൺ. അതായത് ഇവിടെ ശ്രദ്ധിക്കണം, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ദ ഡൗൺവേർഡ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ആണ്. ദ ഡൗൺവേർഡ് ഫോഴ്സ് on the object. The upward force exerted by the fluid on the object ആണ്. ആ ഫ്ലൂയിഡ് എന്നുള്ള ശ്രദ്ധിക്കണേ. by the fluid on the object. ഒബ്ജക്റ്റിന്റെ മുകളില് ഈ ഫ്ലൂയിഡ് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് ആണ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാന്നറിയോ? ബോയൻ ഫോഴ്സ്. ഈ അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അപ്വേർഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ടല്ലേ ഇത് പൊങ്ങി നിൽക്കുന്നത്. ഇതിന് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉള്ളത്. എന്താ പറയാ, നമ്മൾ ഇമ്മേഴ്സ് ആവാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ ഹീലിയം ബലൂൺസ് അപ്വേർഡ് പോകുന്നത് അല്ലെ. ഇനി അപ്പൊ നമുക്ക് ഈ ബോയൻ ഫോഴ്സിന്റെ ഡെഫിനിഷൻ നോക്കാം. When the object is fully or partially immersed, fully or partially immersed in the fluid. When the object is fully or partially immersed in the fluid, ഒരു ഒബ്ജക്റ്റ് ഫുള്ളിയോ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഫുള്ളി അല്ലെങ്കിൽ ഒരു പാർഷ്യലി ഇമ്മേഴ്സ് ആയിട്ട് പകുതിയായിട്ട് ഇമ്മേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ്. ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്താക്കും? എക്സേർട്ട് ചെയ്യും. ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്ട്, ദാറ്റ് ഈസ് ബോയൻ ഫോഴ്സ്. അതാണ് എന്ത്? ബോയൻ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ബോയൻ ഫോഴ്സ്. ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ബോയൻ ഫോഴ്സ്. നോക്കാം. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ഇത് ഫ്ലൂയിഡിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. കാരണം ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഫ്ലൂയിഡ്സിൽ മാത്രമാണ്. സോളിഡ്സിന്റെ കേസിലില്ല. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസിന്റെ കേസിൽ മാത്രമാണ്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസിനെ ടുഗദർ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൂയിഡ് എന്നുള്ളത്. അപ്പൊ ഈ ഫ്ലൂയിഡ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ്സിൽ ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ബോയൻ ഫോഴ്സ്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ when an object is partially or fully immersed in a fluid. ഒബ്ജക്റ്റ് ഫുള്ളിയോ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ the upward force exerted by the fluid. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ബോയൻ ഫോഴ്സ്. ബോയൻ ഫോഴ്സ് വെരി ഇമ്പോർട്ടന്റ്.
ഈ പോയിന്റ്, ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബോയിന്റ് ഫോഴ്സ് എന്ന് ചോദിക്കാം. എന്താണ് ബോയിന്റ് ഫോഴ്സ് എന്ന് ചോദിക്കാം. when an object is fully or partially immersed in a fluid, immersed in the upward force exerted by the fluid, the upward force exerted by the fluid on the object is buoyant force. The upward force exerted by the fluid on the object ആണ്. exerted by the fluid on the object is buoyant force. exert ചെയ്യുന്നത് ഫ്ലൂയിഡ് ആണ്. എന്തിന്റെ മുകളിലാണ്? നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ മുകളില്. നമുക്ക് നോക്കാം, ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി തരുന്ന ഒരു പിക്ചറാണ്, ഈസിലി മനസ്സിലാവാം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ടാണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ടാണ്? ഡൗൺവേർഡ് അല്ലേ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡൗൺവേർഡ് ആണല്ലോ. ബോയിന്റ് ഫോഴ്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഫ്ലൂയിഡ് ഒബ്ജക്റ്റിന്റെ മുകളിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഫ്ലൂയിഡ് ഒബ്ജക്റ്റിന്റെ മുകളിൽ അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോയിന്റ് ഫോഴ്സ്. ദാറ്റ് ഈസ് ബോയിന്റ് ഫോഴ്സ്. ഫ്ലൂയിഡ് അല്ലേ? ഇവിടെ വാട്ടർ അല്ലേ ഉള്ളത്? ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിൽ വാട്ടർ ഉണ്ട്. വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അപ്വേർഡ് ഫോഴ്സ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? വെയിറ്റ് ഓഫ് കോർക്ക്. കോർക്കാണിത്. കോർക്കിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് വാട്ടർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അപ്വേർഡ് ഫോഴ്സ് ആണ് എന്ത്? ബോയിന്റ് ഫോഴ്സ്. അപ്വേർഡ് ഫോഴ്സ് ആണ് എന്ത്? ബോയിന്റ് ഫോഴ്സ്. ബോയിന്റ് ഫോഴ്സ്. ബോയിന്റ് ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോയിന്റ് ഫോഴ്സ് കണ്ടോ? ബോയിന്റ് ഫോഴ്സ്. ഇവിടെ വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ. ഓക്കെ, ഇതാ ബോയിന്റ് ഫോഴ്സ്. ബോയിന്റ് ഫോഴ്സ്. ഓക്കെ, ബോയിന്റ് ഫോഴ്സ് ആണ് അപ്വേർഡ് കൊടുക്കുന്ന ഫോഴ്സ്. അത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താണ്? ഗ്രാവിറ്റി. ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റി. like gravitational force greater than the upward force. buoyant force is greater than എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഗ്രാവിറ്റി. ഗ്രാവിറ്റി ആണെങ്കിൽ പോസിറ്റീവ് buoyant force. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാല് താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് അപ്വേർഡ് ഫോഴ്സ് ഇസ് നോൺ ആസ് buoyant force. അപ്പൊ ഈ buoyant ഫോഴ്സ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താ നമുക്ക് പറയാം? പോസിറ്റീവ് buoyant ഫോഴ്സ് എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തരുന്നതാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഇത് പൊങ്ങിക്കിടക്കുക. കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അത് പൊങ്ങിക്കിടക്കുക. ഓക്കെ, കാരണം അപ്വേർഡ് ഫോഴ്സ് കൂടുതൽ ഉണ്ടെങ്കിലല്ലേ അപ്പിലേക്ക് പോവുള്ളൂ, പൊങ്ങിക്കിടക്കുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ താഴോട്ടല്ലേ പോവുക, അപ്പൊ പൊങ്ങിക്കിടക്കോ? ഇമ്മേഴ്സ് ആയിട്ടല്ലേ കിടക്കുക. മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ് കൊടുക്കുക. ആൻഡ് ദ buoyant force is applied by the fluid on the object towards upward direction. അപ്പൊ ഈ buoyant force greater than gravitational force ആണെങ്കിൽ that is പോസിറ്റീവ് buoyant ഫോഴ്സ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് താഴോട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ദെൻ അപ്വേർഡ് എന്തുണ്ട്? buoyant ഫോഴ്സ് ഉണ്ട്. സോ buoyant ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടെ എന്താണ്? buoyant ഫോഴ്സ് ആണ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഏരോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ജസ്റ്റ് ഒരു അളവ് പോലെയാ. ഈ ഏരോ വലുതാണ്, ഈ ഏരോ ചെറുതാണ്. കണ്ടോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ അങ്ങനെ ആരോ കൊടുത്തതാണ്. അപ്പൊ ഇവിടെ എന്താണ്? buoyant force is greater than gravitational force. So this is also positive buoyant force. അവിടെ എന്താണ്? പോസിറ്റീവ് buoyant force ആണ്. Then last നമുക്ക് നോക്കാം. അയൺ ആണ്. ഒരു അയൺ പീസ് ആണ്. അവിടെ നമുക്ക് നോക്കാം. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി is downward and buoyant force is upward. ഇവിടെ എന്താണ്? buoyant force is very less than എന്താണ്? buoyant force is less than gravitational force. ഇവിടെ buoyant force is less than gravitational force ആണ്. So അവിടെയുള്ള buoyant force എന്താണ്? That is negative buoyant force.
ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഫ്ലൂയിഡിലാണെങ്കിൽ അത് ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിന്റെ മുകളില് അപ്വേർഡ് കൊടുക്കുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോയിന്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും ഹയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് ബോയിന്റ് ഫോഴ്സ്. ആ കേസിൽ അധികം നമ്മൾ ഒബ്ജക്റ്റ് മുകളിലായിരിക്കും ഉണ്ടാവുക, സിങ്ക് ആവില്ല. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇവിടെ അയണിന്റെ കേസ് പറഞ്ഞതുപോലെ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഹയർ ദാൻ എന്താണ്, ബോയിന്റ് ഫോഴ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ബോയിന്റ് ഫോഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ അധികം ഒബ്ജക്റ്റ് എന്താവും, സിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. കാരണം താഴോട്ടുള്ള ഫോഴ്സ് കൂടുതലാണെങ്കിൽ താഴോട്ടാണ് പോവുക, മുകളിലോട്ടുള്ള ഫോഴ്സ് കൂടുതലാണെങ്കിൽ മുകളിലേക്കാണ് വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഈ ബോയിന്റ് ഫോഴ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് ഫ്ലൂയിഡിൽ പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ ഇമ്മേഴ്സ് ആയി നിൽക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഈസ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ അപ്വേർഡ് ഫോഴ്സ് ബോയിന്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. വി ക്യാൻ സേ ദാറ്റ് ഈസ് പോസിറ്റീവ് ബോയിന്റ് ഫോഴ്സ്. അപ്പൊ ബോയിന്റ് ഫോഴ്സ് ഇൻ എവറിഡേ ലൈഫ് നമ്മൾ ഈ ബോയിന്റ് ഫോഴ്സ് ഒക്കെ നമ്മൾ എന്താ ഡെയിലി ലൈഫിൽ പല ഇൻസ്റ്റൻസിലായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്നാൽ അത് ബോയിന്റ് ഫോഴ്സ് ആണ് എന്നുള്ളതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോഴാണ് നിങ്ങൾ ഈ ബോയിന്റ് ഫോഴ്സിനെ പറ്റി പഠിക്കുന്നത്. നിങ്ങൾക്ക് സംഭവങ്ങൾ അറിയായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ബോയിന്റ് ഫോഴ്സ് ആണോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഡെയിലി ലൈഫിലുള്ള കുറച്ച് ഞാനിവിടെ തന്നിട്ടുണ്ട്, കുറച്ചധികം എക്സാമ്പിൾ നിങ്ങളായിട്ട് കണ്ടുപിടിക്കുകയും കൂടെ വേണം. കുറച്ചുകൂടെ അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നോട്ടിലൊക്കെ എഴുതി വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് ഞാനും പറയാം. ഇവിടെ നോക്കും, ബോയൻസി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഒബ്ജക്ട് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഇതൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബോയൻസി ഈസ് ദ എബിലിറ്റി ഓഫ് ഒബ്ജക്ട് to float in water. Buoyancy is the ability of an object to float in water. വാട്ടർ മാത്രമല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്ലൂയിഡ്സിന്റെ കേസിലാണ് വരുന്നത്. ഇതൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്, ഇതല്ല നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ, അതാണ് ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ. When an object is partially or completely immersed in a water, then the object experiences an upward force on the object by the fluid in the upward direction. അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ എന്താണ് ഫ്ലൂയിഡ് ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ദാറ്റ് ഈസ് ബോയന്റ് ഫോഴ്സ്. ആ ഡെഫിനിഷൻ ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഒരു എക്സാമ്പിൾ, എയർ ബബിൾസ് റൈസിങ് ഫ്രം ദ വാട്ടർ. എയർ ബബിൾസ് ഒക്കെ വാട്ടറിന്റെ അടിയിൽ നിന്ന് റൈസ് ചെയ്ത് വരുന്നത്, അടിയിൽ തന്നെ നിൽക്കാറാണോ എയർ ബബിൾസ്? മുകളിലേക്ക് വരാറില്ലേ? അപ്പോ ഈ എയർ ബബിൾസ് റൈസ് ചെയ്ത് വരുന്നതിന് കാരണം എന്താണ്? ബോയന്റ് ഫോഴ്സ് ആണ്. നമ്മൾ ഡെയിലി കാണുന്നതാ, വെള്ളം തിളപ്പിക്കുമ്പോ ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരുന്നോ അത് ബോയന്റ് ഫോഴ്സ് കൊണ്ടാണെന്നുള്ളത്? ഇല്ലല്ലോ. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ കാണുമ്പോ ഇത് റിലേറ്റ് ചെയ്തൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, so then plastic bottle in a water, the empty plastic bottle in a water. നിങ്ങൾക്ക് വേറൊരു ഇത് കാണാം, നമ്മുടെ വാട്ടർ ബോഡീസിലൊക്കെ അല്ലേ ഈ പ്ലാസ്റ്റിക് കൊണ്ട് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നത് കാണാറില്ലേ? അപ്പൊ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ അതൊക്കെ എന്താ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണാറില്ലേ? വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാറില്ലേ? അതെന്തുകൊണ്ടാ? ബോയൻസി കൊണ്ടാണ്. ഒരിക്കലും പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ വാട്ടർ ബോഡീസിൽ ഇടാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ആരെയും ചെയ്യുന്നത് കണ്ടാലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പറയാൻ വേണം, നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇൻ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, എന്തിന് എക്സാമ്പിൾ ആണ്? ബോയിന്റ് ഫോഴ്സ്. ഐസ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ഐസ് ഇല്ലേ, നമ്മൾ ഐസ് ക്യൂബ്സ് കാണാറില്ലേ? വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാറല്ലേ, കാണാറില്ലേ? ഓക്കെ, ദെൻ ഹീലിയം ബലൂൺസ്. ഹീലിയം ബലൂൺസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതെന്താ ചെയ്യുന്നത്? മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ്? എയർ ഇല്ലേ? എയർ എന്ന് പറഞ്ഞാലും എന്താണ്? ഗ്യാസ് അല്ലേ? ഗ്യാസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ്. ലിക്വിഡ് ആൻഡ് ഗ്യാസിന് ടുഗദർലി നമ്മൾ എന്താ പറയാ? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഫ്ലൂയിഡ് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ് ഈ ബലൂണിന്റെ മുകളിൽ. ഗ്രാവിറ്റി ഡൗൺവേർഡ് ഉണ്ടെങ്കിൽ പോലും ഈ എയർ എന്താണ്? ഫ്ലൂയിഡ് അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് അത് പൊങ്ങിപ്പോകുന്നത്. ഇവിടെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ബലൂൺ എന്താണ്? മുകളിലേക്കാണ് പോകുന്നത്, അപ്വേർഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ബോയൻ ഫോഴ്സ്. Then the last one, ship sink on water. ഷിപ്പ് വാട്ടറിൽ സിങ്ക് ചെയ്യുന്നില്ലേ? സോറി, സിങ്ക് ചെയ്യല്ല, ഫ്ലോട്ട് ചെയ്യുന്നില്ലേ? സിങ്ക് ചെയ്യുന്നില്ലല്ലോ. ഷിപ്പ് സിങ്ക് ചെയ്യാത്തതിന് കാരണം എന്താണ്? ബോയൻ ഫോഴ്സ് ആണ്. ഈ ഒരു ഷിപ്പിന്റെ മുകളില് നമ്മളെ വാട്ടർ ഇല്ലേ? സീ വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് ഫ്ലൂയിഡ് എന്താണ്? ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാരണമാണ് ഷിപ്പ് സിങ്ക് ചെയ്യാത്തത്, അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഷിപ്പ് ഫ്ലോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ബോയൻ ഫോഴ്സ് ആണ്. നമ്മൾ ഇതില്ലേ ട്യൂബിൽ നീന്താറില്ലേ? നമ്മൾ പൊങ്ങിക്കിടക്കാറില്ലേ വെള്ളത്തില്? ട്യൂബ് ഇട്ട് നീന്തറിയാത്ത ഒരാൾ പൊങ്ങിക്കിടക്കാറുണ്ടല്ലോ. നീന്തറിയാത്ത ഒരാള് നീന്താൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ ട്യൂബ്, മുങ്ങിപ്പോവാതിരിക്കാൻ. എന്തുകൊണ്ടാ? ട്യൂബിന്റെ മുകളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫ്ലൂയിഡ്, അതായത് ലിക്വിഡ്, ഈ വെള്ളത്തിൽ നമ്മളെ വാട്ടർ ബോഡിയിലുള്ള വാട്ടർ അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പൊങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് ഇടുന്ന സമയത്ത് മുങ്ങിപ്പോവാതിരിക്കുന്നത്. ഇതൊക്കെ ട്യൂബിന്റെ എക്സാമ്പിൾസ് ആണ്. കാണുന്നില്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫില് ബോയൻസിന്റെ കുറച്ച് എക്സാമ്പിൾ. ബോയൻസി ഭയങ്കര ബെനിഫിഷ്യൽ അല്ലേ? നമുക്ക് ഷിപ്പിനൊക്കെ പോവാൻ സാധിക്കാന്ന് പറഞ്ഞാല് അതൊരു വലിയ കാര്യമല്ലേ? ഇങ്ങനെ ഫ്ലോട്ടായി കിടക്കുന്ന, സിങ്ക് ആവാതെ ഫ്ലോട്ടായി കിടക്കുന്ന. അപ്പൊ ബോയൻസി എന്ന് പറയുന്നത് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. അപ്പൊ കുറച്ച് എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഹൗ ക്യാൻ വി മെഷർ ബോയൻ ഫോഴ്സ്. അപ്പൊ ബോയൻ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ബോയൻ ഫോഴ്സിനെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. നമുക്ക് എത്ര ബോയൻ ഫോഴ്സ് ഉണ്ട് എന്നുള്ളതൊന്ന് അളന്ന് നോക്കണ്ടേ? അളന്ന് നോക്കാന്ന് പറഞ്ഞാൽ ഏതിനാണ് കൂടുതൽ ബോയൻ ഫോഴ്സ്? ഇത് മുങ്ങാതിരിക്കുന്നത് ബോയൻ ഫോഴ്സ് കാരണമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ബോയൻ ഫോഴ്സ് എത്രയായിരിക്കും? ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കാൻ കുറച്ച് മെത്തേഡ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ബോയൻ ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായാലാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. It's due to the buoyant force that objects experience a loss of weight in water. That is, it is due to the buoyant force that objects experience a loss of weight in water. ഈ ബോയൻ ഫോഴ്സ് കാരണമാണ് വെള്ളത്തിന്റെ അടിയിലുള്ള ഒരു ഒബ്ജക്റ്റിന് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മഗ് ബക്കറ്റിൽ 3/4 വാട്ടർ വെച്ച് ബക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഉയർത്തുന്ന സമയത്ത് വാട്ടർ ഉള്ള ഭാഗത്ത് നിന്ന് ഉയർത്തുമ്പോൾ നമുക്ക് ഈസി ആണെന്നോ, സർഫസിൽ എത്തിയാൽ നമുക്ക് അതിന്റെ വെയിറ്റ് ഫീൽ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ വെള്ളം കോരുന്ന സമയത്ത്, വെള്ളം എടുക്കുന്ന സമയത്തുള്ള കേസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ വെള്ളം എടുക്കുന്ന സാധനം കിണറിൽ കുറച്ച് താഴോട്ട്, വെള്ളത്തിന്റെ ലെവലിൽ നിന്നും താഴോട്ടാണെങ്കിൽ നമ്മൾ ഇത് ഉയർത്തുമ്പോൾ നമുക്ക് ഈസി, അതിന്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് അത് വൺസ് എന്താണ്, അതിന്റെ സർഫസിൽ റീച്ച് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ലെവലിന് ഈക്വൽ ആകുമ്പോൾ പിന്നെ സർഫസിലേക്ക്, അതിന്റെ മുകളിലേക്ക് സർഫസിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവത്തിന്റെ വെയിറ്റ് ഫീൽ ചെയ്യാറ്. അതാ പറയുന്നത്, ഈ ബോയൻ ഫോഴ്സ് കാരണമാണ് നമുക്ക് വാട്ടറിന്റെ ഉള്ളില്, വെള്ളത്തിന്റെ അടിയിലുള്ള ഒബ്ജക്റ്റിനൊരു ലോസ് ഓഫ് വെയിറ്റ് ഫീൽ ചെയ്യുന്നത് എന്നാ. That is, it is due to buoyant force that object experience loss of weight. ഒബ്ജക്റ്റിന്റെ വെയിറ്റിനേക്കാളും വെയിറ്റ് കുറവായിട്ട് വെള്ളത്തിന്റെ അടിയിൽ തോന്നാനുള്ള കാരണം ബോയൻ ഫോഴ്സ് ആണ്. ഓക്കെ ആണോ? നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. അപ്വേർഡ് തിരിച്ചു വരാൻ, ബോട്ടിൽ ഉള്ളിലിട്ടാൽ തിരിച്ചു വരാനുള്ള കാരണം, വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് കൈവിട്ടാൽ പൊങ്ങി വരാനുള്ള കാരണം, ഷിപ്പ് സിങ്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം. ദെൻ നമ്മൾ പറഞ്ഞ
ട്യൂബ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ എയർ ബബിൾസ് വരുന്ന കേസ് പറഞ്ഞു. അതുപോലെ വെല്ലിന്റെ കേസിൽ നമുക്ക് അതിന്റെ വെയിറ്റ് ഫീൽ ചെയ്യാത്ത, അത് ഇൻസൈഡ് ദ വാട്ടർ ആകുമ്പം വെയിറ്റ് ലോസ്, അതായത് അതിന്റെ വെയിറ്റിനെക്കാട്ടും ഒരു ലോസ് ഓഫ് വെയിറ്റ് തോന്നുന്നത് കാരണം എന്താണ്? ബോയന്റ് ഫോഴ്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു എക്സാമ്പിൾ എന്താണ്? മഗ്, ബക്കറ്റിൽ മഗ് ഉള്ള കാര്യം. ഇതൊക്കെ ബോയന്റ് ഫോഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ബോയന്റ് ഫോഴ്സ് മെഷർ ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളത് അതെങ്ങനെയാന്ന് നോക്കാം. when an object is in fluid, ഒബ്ജക്റ്റ് ഫ്ലൂയിഡിലാണെങ്കിൽ the buoyant force experienced by object is equal to loss of weight of object. ഒരു ഒബ്ജക്റ്റ് ഫ്ലൂയിഡിലാണെങ്കിൽ, ഈസ് ഇൻ ദ ഫ്ലൂയിഡ് ആണെങ്കിൽ, അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഈക്വൽ ആവുന്നത് എന്തിനാണ്? ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ ലോസ് ഓഫ് വെയിറ്റിനാണ്. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവൂല, ഈ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോ ഇതിപ്പോ പുറത്തല്ലേ നിൽക്കുന്നത്, വെള്ളത്തിലല്ലല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ വെയിറ്റ് നോക്കി, സപ്പോസ് വിചാരിക്ക് വെയിറ്റ് മെഷർ ചെയ്തു എന്ന് വിചാരിച്ചോ, 8 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചോ. ഞാൻ ഇത് മെഷർ ചെയ്ത് 8 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കും. ഞാൻ എഗെയിൻ ഇതിനെ വാട്ടറിൽ വെച്ച സമയത്ത് ഇതിന്റെ വെയിറ്റ് ഞാൻ നോക്കി. ആ വെയിറ്റ് എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ. കുറഞ്ഞല്ലേ, എനിക്ക് കുറവല്ലേ തോന്നുള്ളൂ. വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറവാ തോന്നുന്നുള്ളൂ. ഫ്ലൂയിഡിൽ വെച്ച് കഴിഞ്ഞാൽ ബോയന്റ് ഫോഴ്സ് കാരണം ഒരു ഒബ്ജക്റ്റിനെ ഫ്ലൂയിഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കുറവായിട്ടേ തോന്നും. അപ്പൊ ഇവിടെ ഒരു ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടായല്ലോ. അതിന് പുറത്ത് വെച്ചപ്പോൾ ഉള്ള വെയിറ്റും ഉള്ളിൽ വെച്ചപ്പോൾ ഉള്ള വെയിറ്റ് കുറയുകയും ചെയ്ത്. അപ്പൊ കുറഞ്ഞതില്ലേ, ഇതിപ്പോ 8 ആണ് ഞാൻ പറഞ്ഞു, 5 ആണ്. അങ്ങനെയാണെങ്കിൽ 8 - 5 എത്രയാ? 3. ഈ 3 ന്യൂട്ടൺ ഇല്ലേ വെയിറ്റിന്റെ ഡിഫറൻസ്, അതല്ലേ കുറഞ്ഞ വെയിറ്റ്, ലോസ് ഓഫ് വെയിറ്റ് അതല്ലേ. ആ കുറഞ്ഞ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത് എന്നാണ് പറയുന്നത്? ബോയന്റ് ഫോഴ്സ്. ഈ ലോസ് ഓഫ് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും നമ്മളെ ബോയന്റ് ഫോഴ്സ്. അത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ സെന്റൻസ് വായിക്കുമ്പോൾ കുറച്ച് വലിയതായിട്ട് തോന്നും. ഒന്നുമില്ല, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഫ്ലൂയിഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോയന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ബോയന്റ് ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് ആ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? ഈ ഒബ്ജക്റ്റിന് പുറത്തുള്ള വെയിറ്റിനേക്കാളും എത്ര വെയിറ്റ് കുറവാണോ അതിനുണ്ടായ ലോസ് ഓഫ് വെയിറ്റ് എത്രയാണോ അതിന് തുല്യമായിരിക്കും എന്ത് നമ്മൾ ഈ ബോയന്റ് ഫോഴ്സിന്റെ മെഷർ എന്ന് പറയുന്നത്. When an object is in the fluid, the buoyant force experienced by the object is equal to loss of weight of the object. അതിന് എക്സ്പീരിയൻസ് ചെയ്ത ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന് വെയിറ്റ് ലോസ് ഉണ്ടായതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഇല്ലേ, ആ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്കൊന്ന് ബോയന്റ് ഫോഴ്സ് കണ്ടെത്താം. നമ്മൾ വാല്യൂ ഏകദേശം വരുന്ന ഒരു വാല്യൂ ഇടുകയാണ്, എന്നിട്ട് എങ്ങനെയാണ് ബോയന്റ് ഫോഴ്സ് കാണുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനാണ് ഈ ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം വാല്യൂ തരും. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ബോയന്റ് ഫോഴ്സ് കാണും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ബോയന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ഈ ടേബിളിലൂടെ പറയുന്നത്. നോക്കിയാലോ, നോക്കാം. ആദ്യം എന്ന് പറയുന്നത് സ്റ്റോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് എയറിൽ വെച്ച്, അതായത് ഫ്ലൂയിഡിൽ വെക്കുന്നതിന് മുമ്പ് വാട്ടർ ആണ് എടുക്കുന്നത്. അപ്പൊ വാട്ടറിൽ വെക്കുന്നതിന് മുമ്പ് അതിന് ഉള്ള വെയിറ്റ് ആണ് ഞാൻ പറയുന്നത്. സപ്പോസ് 3 ന്യൂട്ടൺ ആണെന്ന് വെച്ചോ. 3 ന്യൂട്ടൺ ആണ് ആ സ്റ്റോണിന്റെ വെയിറ്റ്. സപ്പോസ് ഇതൊരു വാല്യൂ ആണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന ഒരു വാല്യൂ ആണ്. എക്സ്പെരിമെന്റ് ചെയ്യുന്ന വാല്യൂ എല്ലാം മനസ്സിലാവാൻ വേണ്ടി പറയുന്ന ഒരു വാല്യൂ. ഓക്കെ, 3 ന്യൂട്ടൺ ആണ്. ഞാൻ ഈ വെയിറ്റ് ഇതിനെ വാട്ടറിൽ ഇട്ട സമയത്ത് വാട്ടറിലേക്ക് സെയിം ആ സ്റ്റോണിനെ ഞാൻ വെച്ച് നോക്കി. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് സ്പ്രിംഗ് ബാലൻസ് ആണ്. സ്പ്രിംഗ് ബാലൻസ് എന്തിനാണെന്ന് വെച്ചാൽ വെയിറ്റ് നോക്കാനോ ഒബ്ജക്റ്റിന്റെ. അപ്പൊ അതിന് വെയിറ്റിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ റീഡിങ് കിട്ടും. ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട്.
ഇതിന്റെ സ്കെയിൽ ഉണ്ട്, സ്കെയിലിൽ ഓരോരോ മാർക്കിംഗ് ഉണ്ട്, അതിനനുസരിച്ചാണ് നമുക്ക് വാല്യൂ കിട്ടുക. അങ്ങനെയാണ് വെയിറ്റ് നോക്കുന്നത്. കണ്ടോ, ഈ സ്റ്റോൺ ഒരു കയർ കൊണ്ട് കെട്ടിയിട്ട് ഈ സ്പ്രിംഗ് ബാലൻസ് കയറിൽ കണക്ട് ചെയ്തതാ. ഓക്കെ, ഇത് സ്പ്രിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ വെയിറ്റ് നോക്കിയപ്പോ 3 ന്യൂട്ടൺ ആണ് എയറിൽ. ദെൻ ഞാനത് വാട്ടറിൽ വെച്ച് നോക്കിയപ്പം അത് ഒരു 2 ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു. എനിക്ക് വാട്ടറിൽ വെച്ചപ്പോ അത് ഞാൻ വെയിറ്റ് അഗൈൻ സ്പ്രിംഗ് ബാലൻസിൽ നോക്കിയപ്പോ 2 ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബോയിന്റ് ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ബോയിന്റ് ഫോഴ്സ് എത്രയായിരിക്കും? ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അതിന്റെ ലോസ് ഓഫ് വെയിറ്റിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മള് വാട്ടറിൽ വെക്കുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ലോസ് ഓഫ് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്, ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബോയിന്റ് ഫോഴ്സ് ആ വെയിറ്റ് ലോസിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 വെയിറ്റ് തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കാണാൻ പറ്റുമല്ലോ. അപ്പൊ വെയിറ്റ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് തുല്യമാണ് ബോയിന്റ് ഫോഴ്സ്. സോ 3 അല്ലേ, 3 ആണ് എയറിലുള്ളത്, ദാറ്റ് ഈസ് W1. Then W2 2 ന്യൂട്ടൺ ആണ്. W1 minus W2 that is equal to 3 minus 2 that is equal to 1 ന്യൂട്ടൺ. അതാണ് ലോസ് ഓഫ് വെയിറ്റ് which is equal to point force. So the സ്റ്റോൺ ഇൻ വാട്ടറിന്റെ പോയിന്റ് ഫോഴ്സ് എന്താണ്? വാട്ടറിൽ ഇട്ടപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്ത പോയിന്റ് ഫോഴ്സ് എന്താണ്? ആ ഫ്ലൂയിഡ് അല്ലെ വാട്ടർ ആ സ്റ്റോണിന് മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അപ്വേർഡ് ഫോഴ്സ് ആണ് പോയിന്റ് ഫോഴ്സ്. അത് എത്രയാണ്? 1 ന്യൂട്ടൺ. ദ ആൻസർ ഈസ് 1 ന്യൂട്ടൺ. ക്ലിയർ ആയോ? W1 W2 തന്നു കഴിഞ്ഞാൽ 1 നിന്ന് 2 മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് ലോസ് ഓഫ് വെയിറ്റ്. നിങ്ങളോട് ലോസ് ഓഫ് വെയിറ്റ് എന്ന് ചോദിച്ചാൽ അത് മൈനസ് ചെയ്തിട്ട് എഴുതുക. അത് തന്നെയാണ് എന്ത്, പോയിന്റ് ഫോഴ്സ് ചോദിച്ചാലും ലോസ് ഓഫ് വെയിറ്റ് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സിമ്പിൾ ആണ്, ജസ്റ്റ് മൈനസ് ചെയ്യുക. ക്ലിയർ ആയോ? ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. അയൺ ബ്ലോക്കിന് 5 ന്യൂട്ടൺ വെയിറ്റ് ആണെന്ന് വിചാരിക്കും. അയൺ ബ്ലോക്കിന് 5 ന്യൂട്ടൺ വെയിറ്റ് ആണ്. ഞാനത് വാട്ടറിൽ വെച്ച സമയത്ത് ഞാൻ നോക്കിയപ്പോ 3 ന്യൂട്ടൺ ആണ് അതിന്റെ വെയിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ബോയിന്റ് ഫോഴ്സ് കാണാം. W1 minus W2. Here 5 minus 3 equal to 2 ന്യൂട്ടൺ. ക്ലിയർ? എപ്പോഴും W1 നിന്ന് W2 മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ? ദെൻ അഗൈൻ ഞാനൊരു ഗ്ലാസ് സ്ലാബ് എടുത്ത് ഗ്ലാസ് സ്ലാബിന്റെ വെയിറ്റ് 2 ന്യൂട്ടൺ ആണ്. ഞാനത് വാട്ടറിലേക്ക് ഇട്ട സമയത്ത് അത് സപ്പോസ് 0.5 ന്യൂട്ടൺ ആയി. വാട്ടറിൽ വെച്ചിട്ട് ഞാൻ സ്പ്രിംഗ് ബാലൻസിൽ വെയിറ്റ് നോക്കിയപ്പോൾ അത് 0.5 ന്യൂട്ടൺ ആയി. അങ്ങനെയാണെങ്കിൽ W1 minus W2 എന്തായിരിക്കും? 2 minus 0.5 that is equal to 1.5 ന്യൂട്ടൺ. അതാണ് ലോസ് ഓഫ് വെയിറ്റ്. അത് തന്നെയാണ് എന്ത്, ബോയിന്റ് ഫോഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ബോയിന്റ് ഫോഴ്സ് എന്നാണ്. ബോയിന്റ് ഫോഴ്സ് എന്താ? ഒരു ഒബ്ജക്റ്റ് പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ആയി നിൽക്കുമ്പോ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്ന വേണം. If an object is completely or partially immersed in a fluid and then the object experiences an upward force by the fluid on the object, this force is called buoyant force. ഇതാണ് buoyant force എന്ന് പറയുന്നത്. buoyant forceന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും. ഇറ്റ് ഈസ് എ ഫോഴ്സ്. സോ ഫോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ അപ്വേർഡ് ഫെൽറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കുറച്ച് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഓഫ് ബോയിന്റ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എയർ ബബിൾസിന്റെ കാര്യം, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാല് ബോയിന്റ് ഫോഴ്സിനെ മെഷർ ചെയ്യുക. എങ്ങനെയാണ് ബോയിന്റ് ഫോഴ്സിനെ മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം ബോയിന്റ് ഫോഴ്സ് കാരണമാണ് ഒരു ഒബ്ജക്റ്റ് നമ്മളെ ഒരു വാട്ടറിന്റെ
വാട്ടറിൽ ഇമ്മേഴ്സ് ആയി കഴിഞ്ഞാൽ, അല്ലെ വാട്ടറിൽ അതിനൊരു വെയിറ്റ് ലോസ്, വാട്ടറിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു വെയിറ്റ് ലോസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ബോയിൻ ഫോഴ്സ് ആണ്. അതായത് ബക്കറ്റ്, ഒരു 3/4 വാട്ടറുള്ള ബക്കറ്റിൽ ഒരു മഗ് താഴ്ത്തി വെച്ചപ്പോൾ ഒരു വെയിറ്റ് ലോസ് നമുക്ക് ഫീൽ ചെയ്തില്ലേ? ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ. ദെൻ നമ്മൾ പറഞ്ഞു വെള്ളിൽ വെള്ളം കോരുന്ന സമയത്ത്, വെള്ളം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? ആ വെള്ളം എടുക്കുന്ന സാധനത്തിന് അടിയിൽ നിന്ന് മുകളിൽ എത്തുന്ന വരെ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരു വെയിറ്റ് ലോസ് ഫീൽ ചെയ്യും. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് മനസ്സിലാവും, അതായത് അതിന് എത്ര വെയിറ്റ് ആണോ നമുക്ക് ഫീൽ ചെയ്യും. ആ രണ്ട് എക്സ്പീരിയൻസ്, അതിനും കാരണം എന്താന്ന് നമ്മൾ പറഞ്ഞു? ബോയിൻ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ വെയിറ്റ് ലോസ് ആണ് ബോയിൻ ഫോഴ്സിന് തുല്യം. എത്ര ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവുന്നോ അത് എന്ന് പറയുന്നത് ബോയിൻ ഫോഴ്സിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബോയിൻ ഫോഴ്സ് ആണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പൊ സപ്പോസ് ഒരു ഒബ്ജക്റ്റിന് എയറിലുള്ള വെയിറ്റ് മെഷർ ചെയ്യുക, ദെൻ അത് വാട്ടറിൽ വെക്കുമ്പോഴുള്ള വെയിറ്റ് മെഷർ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്ത് എഴുതുക. ആ ഡിഫറൻസ് ആണ് അതിന്റെ ലോസ് ഓഫ് വെയിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ബോയിൻ ഫോഴ്സ്. അതാണ് ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ വെയിറ്റ് ലോസ് തന്നെയാണ് ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അത് ഇടാൻ മറന്നുപോയത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബോയിൻ ഫോഴ്സ് മെഷർ ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ ആദ്യത്തെ ഭാഗം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ദെൻ തിയറി, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഒക്കെയാണ് അടുത്തതായിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? ഇപ്പൊ ബോയിൻ ഫോഴ്സ് എന്നുള്ള പേര് കേട്ടപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? പുതിയൊരു കാര്യമാണ്, ഇതുവരെ കേട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നല്ലേ വിചാരിച്ച്? എന്നാ നിങ്ങൾ ഇത് അനുഭവിച്ചൊരു കാര്യമല്ലേ ബോയിൻ ഫോഴ്സ്? നിങ്ങൾ ഈ വെള്ളത്തിൽ കളിച്ചപ്പോ വെള്ളം എടുത്ത് ഇങ്ങനെയൊക്കെ, ഈ ഒരു നമ്മൾ പറഞ്ഞ ഡെയിലി ലൈഫ് എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയ കാര്യമായിരിക്കും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വലിയതായിട്ട് തോന്നാം, പക്ഷെ ഇതിനെ പറ്റി അറിയുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അങ്ങനെ തന്നെയല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് എടുത്തത്. നല്ലോണം മനസ്സിലായി എന്ന് തോന്നുന്നു. നല്ലോണം പഠിക്കുക, നല്ലോണം മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ അത്രയാണ് ഉള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.